ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഇൻഡിവിജ്വൽ പെറ്റ് ഓണേഴ്സും ബ്രീഡേഴ്സും ഒരുപോലെ ഭയപ്പെടുന്ന അസുഖമാണല്ലോ ഈ പാർവോ ഇൻഫെക്ഷൻ. ഈ ഏത് പ്രായത്തിലുള്ള നായ്ക്കൾക്കാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്? സാധാരണ ഈ 6 ആഴ്ച മുതൽ 6 മാസം പ്രായമുള്ള നായ്ക്കുട്ടികൾക്കാണ് പാർവോ ഇൻഫെക്ഷൻ മാരകമായി വരുന്നത്. അതിന് മുകളിലുള്ള നായ്ക്കൾക്കും പാർവോ ഇൻഫെക്ഷൻ വരാറുണ്ട്. എന്നാൽ 6 ആഴ്ച മുതൽ 6 മാസം പ്രായമുള്ള നായ്ക്കൾക്ക് അതിന്റെ ഹൃദയത്തിനെ ബാധിക്കുന്ന രീതിയിലേക്ക് ഇൻഫെക്ഷൻ വരാറുണ്ട്. അങ്ങനെയുള്ള അവസ്ഥകളിൽ മരണത്തോട് പോലായിരിക്കും. സാധാരണ രീതിയിൽ ഇതിന്റെ ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ട്രാക്ട് അല്ലെങ്കിൽ അന്നനാളത്തെയും ദഹന വ്യവസ്ഥയുമാണ് സാധാരണ ഇത് ബാധിക്കുക. ഈ പാർവോ വൈറസ് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പാർവോ വൈറൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത് വാക്സിനേഷനാണ്. 6 ആഴ്ച മുതൽ 4 മാസം വരെയുള്ള പ്രായത്തിലേക്ക് 3 ഇഞ്ചക്ഷനോളം നമ്മൾ പാർവോ വൈറൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി ചെയ്യാറുണ്ട്. അത് മുൻകാലം ചെയ്യാവുന്നതാണ് പ്രതിരോധത്തിൽ ഏറ്റവും പ്രധാനം. ഈ പ്രായത്തിൽ തന്നെ ഈ വാക്സിനേഷൻ പൂർത്തിയാകുന്നത് വരെയുള്ള സമയത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ കൊണ്ടുപോകുന്നത്, മൈതാനങ്ങൾ പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഒക്കെ കഴിവതും ഒഴിവാക്കുക. അപ്പോൾ പുറത്തുനിന്നുള്ള ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യത കുറയും. ഈ ഹോസ്പിറ്റലുകളിൽ പാർവോ ഇൻഫെക്ഷൻ പടരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കരുതലുകളാണ് എടുക്കുന്നത്? സാറിന് ഒരു പൊതു ഇടം എന്നുള്ളതിലേക്ക് ഹോസ്പിറ്റലിലും പാർവോ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത സ്ഥലം തന്നെയാണ്. അപ്പൊ നമുക്ക് ഒരു ഛർദിയുള്ള അല്ലെങ്കിൽ വയറ്റിളക്കമുള്ള ഒരു നായ്ക്കുട്ടി ഹോസ്പിറ്റലിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ ഒരു ക്വാറന്റൈൻ ഏരിയ ക്രിയേറ്റ് ചെയ്യുകയും ആ ക്വാറന്റൈൻ ഏരിയയിൽ വെച്ചിട്ട് പരിശോധന നടത്തുകയും ചെയ്യാം. പാർവോ ഇൻഫെക്ഷൻ ഡിറ്റക്ട് ചെയ്യാനുള്ള ഇൻഫെക്ഷൻ നമുക്ക് തിരിച്ചറിയാനുള്ള ടെസ്റ്റുകൾ ലഭിക്കുകയാണ്. അതിൽ ടെസ്റ്റ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ അതിന്റെ ഒരു ഐസൊലേഷൻ ഏരിയയിലേക്ക് മാറ്റണം. അതിനെ മാത്രമേ ഫീസ് ചെയ്യുന്ന ഒരു ഐസൊലേഷൻ ഏരിയയിലേക്ക് മാറ്റണം. അതല്ല അതിന് ഇൻഫെക്ഷൻ ഇല്ല എന്ന് കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ജനറൽ ഏരിയയിലേക്ക് പോകില്ല. വാക്സിനേഷനെ സംബന്ധിച്ചോളം വാക്സിനേഷൻ വരുന്ന നായ്ക്കളെ പ്രത്യേകമായി ഒരു വാക്സിനേഷൻ ഏരിയ ഡെസിഗ്നേറ്റ് ചെയ്യുക, അതിലേക്ക് മാറ്റി അവിടെ വെച്ച് വാക്സിൻ ചെയ്യാവുന്നതാണ്. ഈ പ്രതിരോധത്തില് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാം. ഈ പാർവോ വൈറസ് ഇൻഫെക്ഷന് വേണ്ടി എടുക്കുന്ന വാക്സിനേഷൻ 100% ഏതൊരു വാക്സിൻ, ചില വാക്സിനുകൾ 100% ഫലപ്രദമെന്ന് പറയുന്ന വാക്സിനേഷൻ ഉണ്ട്. കോവിഡ് പോലൊരു വാക്സിൻ നമുക്ക് 100% ഫലപ്രദമെന്ന് പറയാൻ കഴിയും. ഒരു 80 തൊട്ട് 100% വരെയാണ്. എന്ന് പറഞ്ഞാൽ തന്നെ പാർവോ വൈറൽ ഇൻഫെക്ഷനും നമുക്ക് 100% ഫലപ്രദമെന്ന് പറയാൻ കഴിയില്ല. നമുക്ക് ഒരു 80 തൊട്ട് 90% വരെയാണ് പാർവോ വൈറൽ ഇൻഫെക്ഷന് അല്ലെങ്കിൽ അതിന്റെ വാക്സിന്റെ എഫിക്കസി. എന്നാൽ നമുക്ക് ഈ എഫിക്കസി കൂട്ടാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ചെയ്ത കോൾഡ് ചെയിൻ ബ്രേക്ക് ആവാൻ നോക്കുക. ഒരു വാക്സിനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട കോൾഡ് ചെയിൻ. തണുപ്പിൽ സൂക്ഷിക്കേണ്ട വാക്സിൻ നമ്മൾ തണുപ്പിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. അതിന് നമ്മളൊരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഷോപ്പിലാണെങ്കിൽ ഈ വാക്സിൻ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഒരു ഇലക്ട്രിസിറ്റി ബ്രേക്ക് ആവാതിരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവും. UPS-ന്റെ അല്ലെങ്കിൽ ഒരു ജനറേറ്ററിന്റെ അല്ലെങ്കിൽ ഇൻവെർട്ടറിന്റെ ബാക്കിയിട്ട് സ്ഥിരമായിട്ട് അത് ഉണ്ടായിരിക്കുന്നതാണ്. സർ, ഈ ഒറ്റ പ്രസവത്തിൽ ഉണ്ടാകുന്ന 6 നായ്ക്കുട്ടികളുണ്ട്. അതിൽ ഒരു നായ്ക്കുട്ടിക്ക് പാർവോ വൈറസ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ ബാക്കിയുള്ള നായ്ക്കുട്ടികൾക്ക് വാക്സിനേഷൻ എടുത്തതുകൊണ്ട് അവർക്കതൊരു മുക്തി ഉണ്ടാകുമോ? നമുക്ക് ഇപ്പം 1 ലിറ്റർ എന്നാണ് ഒരു പ്രസവത്തിലുണ്ടാകുന്ന കുട്ടികളെ പറയുന്നത് 1 ലിറ്റർ എന്നാണ്. 1 ലിറ്ററിൽ ഒരെണ്ണം ഇൻഫെക്ഷൻ ആയി എന്ന് പറയുമ്പോൾ ബാക്കി 5 ഇൻ കോണ്ടാക്ട് ആണ്. അതായത് ഇതുമായിട്ട് ഒരു സമ്പർക്കം ഉണ്ടായിരുന്നത്. ഇങ്ങനെ ആകുമ്പോൾ അതിന്റെ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകളാണ്. ഒരു വാക്സിനേഷൻ കഴിയുമ്പോൾ ഇതിന്റെ ഒരു പ്രതിരോധശേഷി ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് 14 ദിവസത്തോളം സമയം എടുക്കും. അപ്പം ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി ഉടനെ തന്നെ നമ്മൾ വാക്സിനേഷൻ എടുത്തുകൊണ്ട് ആ ഒരു പ്രയോജനം നമുക്ക് ലഭ്യമാകാൻ സാധ്യതയില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് ഇമ്മ്യൂണോഗ്ലോബുലിൻ ലഭ്യമാണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുമ്പോൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള ആന്റിബോഡി. നമ്മളൊരു വാക്സിൻ ചെയ്താൽ എന്താണോ ബോഡി പ്രൊഡ്യൂസ് ചെയ്ത് 14 ദിവസം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇമ്മ്യൂണോഗ്ലോബുലിൻ ലഭ്യമാണ്. അപ്പോ ഇങ്ങനെയുള്ള ഈ 5 നായ്ക്കൾ ഇൻ കോണ്ടാക്ട് ആയിട്ടുള്ള നായ്ക്കുട്ടികളെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ളതാണ്.